കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1ാമത്തെയും 2ാമത്തെയും പാർട്ട് വീഡിയോയിൽ ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3ാമത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്. ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൽ എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമുക്കറിയാം, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ വർഷവും നമുക്ക് അതിൽ നിന്നും പ്രീമിയം റിസീവ് ചെയ്യുന്നു. ഇൻഷുറൻസ് കമ്പനിക്ക് പ്രീമിയം റിസീവ് ചെയ്യുന്നു. അങ്ങനെ റിസീവ് ചെയ്യുന്ന പ്രീമിയം ഓരോ വർഷവും നമ്മൾ ആ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രീമിയത്തിൻ്റെ എമൗണ്ട് നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ടുള്ള ഒരു ഇൻകമായിട്ട്, അല്ലെങ്കിൽ ആ വർഷത്തെ മാത്രമുള്ള ഒരു ഇൻകമായിട്ട് നമുക്കത് കാണാൻ വേണ്ടി പറ്റില്ല. കാരണം ഫ്യൂച്ചർ പ്രീമിയം എന്ന് പറയുന്നത്, ഒരു പോളിസിയുടെ മുകളിൽ ഫ്യൂച്ചർ പ്രീമിയം എന്ന് പറയുന്നത് നമുക്ക് കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. കാരണം ഇൻഷുർഡിൻ്റെ എക്സിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള പ്രീമിയം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു പ്രീമിയവും അതേപോലെ തന്നെ നമ്മുടെ ക്ലെയിംസും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഗ്യാപ്പിനെയാണ് നമ്മൾ നെറ്റ് ലാബിലിറ്റി ഓഫ് ദ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഇൻഷുർഡിൻ്റെ അടുത്ത് നിന്ന് പ്രീമിയം കിട്ടും, എല്ലാ വർഷവും പ്രീമിയം കിട്ടുമെന്നുള്ളതിൽ ഒരു ഉറപ്പുമില്ല. അങ്ങനെ പ്രീമിയത്തിൻ്റെ മുകളിൽ നമ്മൾ പ്രോഫിറ്റ് കാണുന്ന സമയത്ത് അതൊരു ആക്ച്വൽ പ്രോഫിറ്റ് ആയിരിക്കണമെന്നില്ല. കാരണം ഈ വർഷം പ്രീമിയം അടച്ചിട്ടുള്ള ഒരാൾ അടുത്ത വർഷം എന്ത് ചെയ്തേക്കാം, ചിലപ്പോൾ മരണപ്പെട്ടേക്കാം, ഡെത്ത് സംഭവിച്ചേക്കാം. അങ്ങനെയാകുമ്പോൾ ആ ഒരു ഇൻഷുർഡിൻ്റെ കയ്യിൽ നിന്നും ഫ്യൂച്ചർ പ്രീമിയം നമുക്ക് റിസീവ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ക്ലെയിമും നമുക്കുണ്ടാവുന്ന, ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടാവുന്ന ക്ലെയിമും അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്ന ആ ഒരു പ്രീമിയവും, അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെറ്റ് ലാബിലിറ്റി ഓഫ് ദ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കാണുന്ന സമയത്ത്, ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കാണുന്ന സമയത്ത് ഈ നെറ്റ് ലാബിലിറ്റി, ഓരോ ഇൻഷുറൻസ് കമ്പനിയും അവരുടെ നെറ്റ് ലാബിലിറ്റി തീർച്ചയായും കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കാം. ദ നെറ്റ് ലാബിലിറ്റി on all outstanding policies must be ascertained in order to find out the profit of life insurance business. ഓരോ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സും അവരുടെ പ്രോഫിറ്റ് കാണുന്ന സമയത്ത് നെറ്റ് ലാബിലിറ്റി, എല്ലാ ഔട്ട്സ്റ്റാൻഡിങ് പോളിസീസിൻ്റെ മുകളിലും നെറ്റ് ലാബിലിറ്റി എത്രയുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. ദ കാൽക്കുലേഷൻ ഈസ് ഡൺ ബൈ എക്സ്പേർട്ട് കോൾഡ് ആക്ച്വറീസ്. അങ്ങനെയുള്ള ഈ നെറ്റ് ലാബിലിറ്റി കണ്ടുപിടിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ, എക്സ്പേർട്ടിനെയാണ് നമ്മൾ ആക്ച്വറീസ് എന്ന് പറയുന്നത്. The process by which the net liability is ascertained by actuaries is called actuarial valuation. അപ്പോൾ അവർ ചെയ്യുന്ന, ആക്ച്വറീസ് നെറ്റ് ലാബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഉള്ള ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ടല്ലേ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആക്ച്വറിയൽ വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ് നെറ്റ് ലാബിലിറ്റി എന്ന് ഓർത്ത് വെക്കുക. ദെൻ ആക്ച്വറീസ് എന്താണെന്ന് ഓർത്ത് വെക്കുക. ഈ ആക്ച്വറിയൽ വാല്യുവേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റാണ്. എന്താണ് ഈ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്? ഇൻ ഓർഡർ ടു അസർടെയിൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്, ദ നെറ്റ് ലാബിലിറ്റി ഈസ് ടു ബി കമ്പയർഡ് വിത്ത് ലൈഫ് അഷുറൻസ് ഫണ്ട് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ദിസ് കമ്പാരിസൺ ഈസ് ഡൺ ഇൻ എ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കോൾഡ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. അപ്പോൾ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് ലാബിലിറ്റിയും അതുപോലെ തന്നെ ലൈഫ് അഷുറൻസ് ഫണ്ടിനെയും മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും നെറ്റ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. നെറ്റ് ലാബിലിറ്റിയും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിലുള്ള ലൈഫ് അഷുറൻസ് ഫണ്ടും ഇത് തമ്മിൽ മാച്ച് ചെയ്തുകൊണ്ടാണ്, കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ലാബിലിറ്റി സൈഡിൽ നെറ്റ് ലാബിലിറ്റി, ആക്ച്വറിയൽ വാല്യുവേഷനിലൂടെ കിട്ടുന്ന നെറ്റ് ലാബിലിറ്റിയാണ് ലാബിലിറ്റി സൈഡിൽ വരുന്നത്. അസറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ലൈഫ് അഷുറൻസ് ഫണ്ടാണ്, ആ ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന അഷുറൻസ് ഫണ്ടാണ് ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ സർപ്ലസ് എന്ന് പറയുക. ലാബിലിറ്റി സൈഡിലാണെങ്കിൽ അത് സർപ്ലസ് ആണ്, ബാലൻസിങ് ഫിഗറായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പോൾ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൽ മെയിനായിട്ട് ഇത്തരം ഐറ്റംസാണ് ഉണ്ടാവുക, ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. then അതിനുശേഷം നമ്മൾ ഈ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡിസ്പോസൽ ചെയ്യണം. നമുക്ക് കിട്ടുന്ന സർപ്ലസിനെ ഡിസ്പോസൽ ചെയ്യേണ്ടതുണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 28 ഓഫ് LIC ആക്ട് 95% ഓഫ് ദ സർപ്ലസ് മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു പോളിസി ഹോൾഡേഴ്സ്.
നമ്മളിങ്ങനെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിക്കുന്ന സർപ്ലസിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ 95% പോളിസി ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. LIC ആക്ട് സെക്ഷൻ 28 പറയുന്നുണ്ട് 95% ഓഫ് ദ സർപ്ലസ് മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു പോളിസി ഹോൾഡേഴ്സ്. ബാലൻസ് 5% മേ ബി യൂട്ടിലൈസ്ഡ് ഫോർ സച്ച് പർപ്പസ് ആസ് ഡിറ്റർമൈൻഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ബാലൻസ് ആയിട്ട് വരുന്ന 5% നമ്മൾ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് പോലെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിൽ നമുക്ക് മാറ്റിവെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു 5% ബാലൻസിനെയും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു സെഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. ഒരു ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് ലാബിലിറ്റി കണ്ടുപിടിക്കേണ്ടതുണ്ട്. അങ്ങനെ നെറ്റ് ലാബിലിറ്റിയും അതുപോലെ തന്നെ ലൈഫ് അഷുറൻസ് ഫണ്ടും മാച്ച് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യേണ്ടത്. അങ്ങനെ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ആക്ച്വറീസ് എന്ന് പറയുന്നത്. അയാൾ ചെയ്യുന്ന പ്രോസസ്സിനെ, അങ്ങനെ നെറ്റ് എന്താണ് പ്രോഫിറ്റ് ഓർ സർപ്ലസ് കണ്ടുപിടിക്കാൻ വേണ്ടി അയാൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ആക്ച്വറിയൽ വാല്യുവേഷൻ എന്നാണ് പറയുന്നത്. സർപ്ലസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അവിടെ കാണാം എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിളാണ്, എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഗെറ്റ്സ് ഇറ്റ്സ് വാല്യുവേഷൻ മെയ്ഡ് വൺസ് ഇൻ എവരി 2 years. ഇറ്റ്സ് ലൈഫ് അഷുറൻസ് ഫണ്ട് കൃത്യമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത് 80 lakh rupees ആണ്. ബിഫോർ പ്രൊവൈഡിങ് 80,000 ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് ഫോർ ദി ഇയർ 2020. 2020 ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുൻപേയുള്ള ലൈഫ് അഷുറൻസ് ഫണ്ടാണ് നമുക്ക് 80 lakh rupees തന്നിരിക്കുന്നത്. ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വറിയൽ വാല്യുവേഷൻ ഡൺ ഓൺ 31st December 2020. 31st December 2020 ഇതിൻ്റെ ആക്ച്വറിയൽ വാല്യുവേഷൻ നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്ത് അതിൻ്റെ നെറ്റ് ലാബിലിറ്റി ആയിട്ട് 76 lakh ആണ് ആക്ച്വറിയൽ വാല്യുവേഷനിലൂടെ നെറ്റ് ലാബിലിറ്റി ആയിട്ട് കിട്ടുന്നത്. ദെൻ ആൻ ഇൻറ്ററിംഗ് ബോണസ് ഓഫ് ₹1 lakh വാസ് പെയ്ഡ് ടു ദ പോളിസി ഹോൾഡേഴ്സ് ഡ്യൂറിങ് ദ 2 years എൻഡിങ് 31st December 2020. അപ്പോൾ ഇൻറ്ററിംഗ് ബോണസ് ആയിട്ട് 1 ലക്ഷം രൂപ ഓൾറെഡി പോളിസി ഹോൾഡേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാലയളവിനുള്ളിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്, പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ എമൗണ്ട് നൗ അവൈലബിൾ ആസ് ബോണസ് ടു പോളിസി ഹോൾഡേഴ്സ്. ഇനി എത്ര എമൗണ്ട് ആണ് പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത്, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള മൊത്തം എമൗണ്ട് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടുന്ന നെറ്റ് ലാബിലിറ്റിനെയും അതേപോലെ തന്നെ ലൈഫ് അഷുറൻസ് ഫണ്ടിനെയും മാച്ച് ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആദ്യം കണ്ടുപിടിക്കേണ്ടത് സർപ്ലസ് ആണ്. ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. അതിൽ ഓർത്ത് വെക്കുക, നെറ്റ് ലാബിലിറ്റി സൈഡിലാണ് നെറ്റ് ലാബിലിറ്റിയാണ് വരുന്നത്. ഓൾറെഡി ഡയറക്റ്റ്ലി കൊടുത്തിട്ടുണ്ട്, 76 lakh ആണ്. ലൈഫ് അഷുറൻസ് ഫണ്ട് കൊടുത്തിട്ടുണ്ട്, ബാലൻസ് ഷീറ്റ് പ്രകാരമുള്ള ലൈഫ് അഷുറൻസ് ഫണ്ട് 80 lakh ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലാബിലിറ്റി സൈഡിൽ 4 lakh rupees ആണ് നമുക്ക് സർപ്ലസ് ആയിട്ട് കിട്ടുന്നത്. 4 lakh rupees നമുക്ക് സർപ്ലസ് ആയിട്ട് കിട്ടും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് 4 lakh rupees സർപ്ലസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 lakh rupees കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നെറ്റ് ലാബിലിറ്റിനെയും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് അഷുറൻസ് ഫണ്ടിനെയും കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. 4 lakh rupees ആണ് നമുക്ക് സർപ്ലസ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു സർപ്ലസ് എങ്ങനെയാണ് നമ്മൾ പോളിസി ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. ഡിസ്പോസലാണ് നമ്മൾ ഇനി കാണിക്കേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ എമൗണ്ട് ഡ്യൂ ടു പോളിസി ഹോൾഡേഴ്സ്. ഇനി എത്ര എമൗണ്ട് ആണ് പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന എമൗണ്ട് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4 lakh rupees സർപ്ലസ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ 4 lakh rupees ആണ് നമുക്ക് സർപ്ലസ് കിട്ടുന്നത്. അതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 80 lakh rupees എന്ന് പറയുന്നത് ലൈഫ് അഷുറൻസ് ഫണ്ടാണ്. പക്ഷേ അതിലൊരു 80,000 രൂപ 80,000 rupees ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻ്റാണ്. ആ ഒരു ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുൻപേയുള്ള ലൈഫ് അഷുറൻസ് ഫണ്ടാണ് 80 lakh എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന സർപ്ലസിൽ നിന്നും നിർബന്ധമായിട്ടും ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഡിവിഡൻഡ് നിർബന്ധമായിട്ടും ലെസ് ചെയ്യണം. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആക്ച്വലായിട്ടുള്ള നമ്മുടെ പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ സർപ്ലസ് കിട്ടുന്നുള്ളൂ. അങ്ങനെയാകുമ്പോൾ സർപ്ലസ് ആസ് പെർ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് 4 lakh ആണ്.
ലെസ് ഡിവിഡൻഡ് പേയബിൾ ടു ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഡിവിഡൻഡ് എന്ന് പറയുന്നത് 80,000 ആണ്. നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3,20,000 റുപ്പീസ് കിട്ടും. അതിൻ്റെ കൂടെ ആഡ് ഇൻറ്ററിംഗ് ബോണസ് പെയ്ഡ്. നമ്മൾ ഓൾറെഡി ഈ വർഷം 1,00,000 രൂപ പോളിസി ഹോൾഡേഴ്സിന് ഇൻറ്ററിംഗ് ബോണസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ ആ 1,00,000 രൂപ കൂടെ നമ്മുടെ എന്തായിട്ട് വരേണ്ടതാണ്, സർപ്ലസ് ആയിട്ട് വരേണ്ടതാണ്. നമ്മളങ്ങനെ ഇൻറ്ററിംഗ് ബോണസ് കൊടുത്തത് കൊണ്ട് ആ 1,00,000 രൂപ നമ്മുടെ ഈ ഒരു സർപ്ലസിൽ 4 lakh റുപ്പീസിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ 1,00,000 രൂപ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പോളിസി ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 1,00,000 രൂപ കൂടെ നമ്മുടെ സർപ്ലസിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്ററിംഗ് ബോണസ് ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഇൻറ്ററിംഗ് ബോണസ് 1,00,000 രൂപ നമ്മൾ നെറ്റ് സർപ്ലസ് കാണുന്ന സമയത്ത് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് സർപ്ലസ് ആയിട്ട് കിട്ടുന്നത് 4,20,000 ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മുടെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൽ 4 lakh ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഡിവിഡൻഡ് മൈനസ് ചെയ്തു. അങ്ങനെ 3,20,000 കിട്ടി. ഓൾറെഡി നമ്മൾ ഇൻറ്ററിംഗ് ബോണസ് കൊടുത്തിട്ടുണ്ട് 1 lakh റുപ്പീസ്. ആ 1 lakh റുപ്പീസ് ആക്ച്വലായിട്ട് നമ്മുടെ സർപ്ലസ് ആയിട്ട് വരേണ്ടതാണ്. നമ്മളത് കൊടുത്തത് കൊണ്ട് സർപ്ലസിൽ ഇൻക്ലൂഡഡ് ആയിട്ടില്ല. അപ്പോൾ ആ 1,00,000 രൂപ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ആക്കണം. അങ്ങനെ കണ്ടുപിടിക്കുന്ന 4,20,000 റുപ്പീസാണ് നമുക്ക് നെറ്റ് സർപ്ലസ് ആയിട്ട് വരുന്നത്. ഓർത്ത് വെക്കുക, നമ്മുടെ നെറ്റ് സർപ്ലസിൻ്റെ 95% എന്ന് പറയുന്നത് പോളിസി ഹോൾഡേഴ്സിനുള്ളതാണ്. 4,20,000ൻ്റെ 95% ആയിട്ടുള്ള 3,99,000 ആണ് പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്. 3,99,000 ആണ്. അതിൽ ഓൾറെഡി നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻറ്ററിംഗ് ബോണസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് 1,00,000 രൂപ. അപ്പോൾ ടോട്ടലായിട്ട് പോളിസി ഹോൾഡേഴ്സിന് കിട്ടേണ്ടത് 3,99,000 ആണ്. അതിൽ ഓൾറെഡി നമ്മൾ 1 lakh റുപ്പീസ് നേരത്തെ ഇൻറ്ററിംഗ് ബോണസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2,99,000 റുപ്പീസാണ് പോളിസി ഹോൾഡേഴ്സിന് എമൗണ്ട് ഡ്യൂ ആവുന്നത്. എങ്ങനെയാണ് പോളിസി ഹോൾഡേഴ്സിന് നെറ്റ് സർപ്ലസ് ഡിസ്പോസൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെക്കുക. 4,20,000 ആണ് നമ്മുടെ നെറ്റ് സർപ്ലസ്. ആ ഒരു നെറ്റ് സർപ്ലസിൻ്റെ 95% പോളിസി ഹോൾഡേഴ്സിനുള്ളതാണ്. അങ്ങനെ 95% എന്ന് പറയുമ്പോൾ 3,99,000 ആണ് പോളിസി ഹോൾഡേഴ്സിന് മൊത്തമായിട്ട് കിട്ടേണ്ടത്. അതിൽ 1,00,000 രൂപ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ 1,00,000 രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2,99,000 ആണ് പോളിസി ഹോൾഡേഴ്സിന് ഇനി നമ്മൾ കൊടുക്കാനുള്ളത് എമൗണ്ട് ഡ്യൂ ആയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പോളിസി ഹോൾഡേഴ്സിന് അവരുടെ നെറ്റ് സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെടുന്ന അടുത്ത ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഗെറ്റ്സ് ഇറ്റ്സ് വാല്യുവേഷൻ മെയ്ഡ് വൺസ് ഇൻ എവരി 3 years. ഇറ്റ്സ് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് കൊടുത്തിട്ടുണ്ട് 31,87,000 ആണ് ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത്. ബിഫോർ പ്രൊവൈഡിങ് 27,000 ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ്. ഓൾറെഡി നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലും കണ്ടിട്ടുണ്ട് 80,000 ആയിരുന്നു അവിടെ. ഇവിടെ 27,000 ആണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ദെൻ ആക്ച്വറിയൽ വാല്യുവേഷൻ ചെയ്തിട്ടുണ്ട്. നെറ്റ് ലാബിലിറ്റി 28,60,000 ആണ്. ഇൻറ്ററിംഗ് ബോണസ് 30,000 വാസ് പെയ്ഡ് ടു ദ പോളിസി ഹോൾഡേഴ്സ്. പോളിസി ഹോൾഡേഴ്സിന് 30,000 30,000 രൂപ ഇൻറ്ററിംഗ് ബോണസ് ആയിട്ട് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. നമ്മളോട് 3 കാര്യങ്ങളാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് കാണിക്കണം. രണ്ടാമതായിട്ട് നെറ്റ് പ്രോഫിറ്റ്, ആ ഒരു പീരീഡിലേക്കുള്ള നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ദെൻ അതിനുശേഷം ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സർപ്ലസ്. ഈ 3 കാര്യങ്ങളാണ് നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്തായാലും വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിലൂടെ സർപ്ലസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആ ഒരു സർപ്ലസിൻ്റെ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ ആഡും ലെസ്സും ചെയ്തിട്ട് നെറ്റ് സർപ്ലസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആ ഒരു നെറ്റ് സർപ്ലസിൻ്റെ 95% പോളിസി ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്യുന്നതും നമ്മൾ കാണിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൽ നെറ്റ് ലാബിലിറ്റി, ആക്ച്വറിയൽ വാല്യുവേഷൻ, ആക്ച്വറീസിൻ്റെ വാല്യുവേഷൻ പ്രകാരമുള്ള നെറ്റ് ലാബിലിറ്റി എത്രയാണ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 28,60,000 ആണ് നെറ്റ് ലാബിലിറ്റി കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ പിന്നീട് നോക്കേണ്ടത് ലൈഫ് അഷുറൻസ് ഫണ്ടാണ്. ബാലൻസ് ഷീറ്റ് പ്രകാരമുള്ള ലൈഫ് അഷുറൻസ് ഫണ്ട് എത്രയാണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമുക്കതും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. 31,87,000 ആണ് ലൈഫ് അഷുറൻസ് ഫണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞ് ഇതിനെ നമ്മൾ മാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ സർപ്ലസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സർപ്ലസ് ആയിട്ട് ഇതിൻ്റെ ഒരു ബാലൻസിങ് ഫിഗർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 3,27,000 ആണ് നമുക്കിതിൻ്റെ ഒരു ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുക. ആ ഒരു ബാലൻസിങ് ഫിഗർ നമ്മുടെ ലാബിലിറ്റി സൈഡിലാണ്. ലാബിലിറ്റി സൈഡിലായതുകൊണ്ട് തന്നെ അത് സർപ്ലസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ഇവിടെ ക്ലോസ് ചെയ്യാം. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൽ സർപ്ലസ് 3,27,000 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നെറ്റ് സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യലാണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായിട്ട് കാൽക്കുലേഷൻ ഓഫ് നെറ്റ് സർപ്ലസ് ആണ്. എത്രയാണ് നെറ്റ് സർപ്ലസ് എന്ന് കണ്ടുപിടിക്കണം.
നമ്മുടെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രകാരമുള്ള സർപ്ലസ് എന്ന് പറയുന്നത് 3,27,000 ആണ്. 3,27,000 നമുക്ക് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ദെൻ ആഡ് ഇൻറ്ററിംഗ് ബോണസ് പെയ്ഡ്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പോളിസി ഹോൾഡേഴ്സിന് ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടൊരു 30,000 രൂപ ഇൻറ്ററിംഗ് ബോണസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടില്ല എങ്കിൽ ആ ഒരു എമൗണ്ട് കൂടെ നമ്മുടെ സർപ്ലസ് ആയിട്ട് വരേണ്ട എമൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നെറ്റ് സർപ്ലസ് കാണുന്ന സമയത്ത് നമ്മുടെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൽ കിട്ടിയിരിക്കുന്ന സർപ്ലസിൻ്റെ കൂടെ ആ ഒരു ഇൻറ്ററിംഗ് ബോണസ് കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3,57,000 ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ലൈഫ് അഷുറൻസ് ഫണ്ടിൻ്റെ എമൗണ്ട് തരുന്ന സമയത്ത് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പേ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബിഫോർ ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നിർബന്ധമായിട്ടും ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കേണ്ടതാണ്. 27,000 ആണ് ഡിവിഡൻഡായിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു 27,000 നമ്മൾ നെറ്റ് സർപ്ലസ് കാണുന്ന സമയത്ത് മൈനസ് ചെയ്യണം. അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് സർപ്ലസ് ആയിട്ട് നമുക്ക് വരുന്നത് 3,30,000 ആണ് നമ്മുടെ നെറ്റ് സർപ്ലസ് ആയിട്ട് വരുന്നത്. 3,30,000 ആണ് നെറ്റ് സർപ്ലസ്. അപ്പോൾ രണ്ടാമത്തെ സെഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയി. ഒന്നാമത്തതിൽ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റാണ്, രണ്ടാമതായിട്ട് നെറ്റ് സർപ്ലസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ഒരു നെറ്റ് സർപ്ലസ് നമ്മൾ പോളിസി ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനി എത്ര എമൗണ്ടാണ് നമ്മൾ പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് ബോണസ് ടു പോളിസി ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 3,30,000 നമുക്ക് കിട്ടുന്ന നെറ്റ് സർപ്ലസിൻ്റെ 95% ആണ്. അപ്പോൾ 3,30,000 95% എന്ന് പറയുന്നത് 3,13,500 ആണ്. 3,13,500 ആണ് 95% കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക. ഓൾറെഡി ലെസ് ഇൻറ്ററിംഗ് ബോണസ് പെയ്ഡ്, ഓൾറെഡി നമ്മൾ പോളിസി ഹോൾഡേഴ്സിന് 30,000 രൂപ ഇൻറ്ററിംഗ് ബോണസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു 30,000 രൂപ നമുക്ക് മൈനസ് ചെയ്യാം. 3,13,500 ആണ് ടോട്ടലായിട്ട് കൊടുക്കേണ്ടത്. അതിൽ 30,000 ഇൻറ്ററിംഗ് ബോണസ് ആയിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2,83,500 റുപ്പീസാണ് ഇനി നമ്മൾ പോളിസി ഹോൾഡേഴ്സിന്, ആ ഒരു ഇൻഷുറൻസ് കമ്പനി പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 2,83,500 ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് സർപ്ലസിൻ്റെ 95% പോളിസി ഹോൾഡേഴ്സിനാണ്. അങ്ങനെ പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് 3,13,500 ആണ്. ഓൾറെഡി നമ്മൾ ഇൻറ്ററിംഗ് ബോണസ് ആയിട്ട് 30,000 കൊടുത്തത് കൊണ്ട് ഇനി നമ്മൾ കൊടുക്കാനുള്ളത് പോളിസി ഹോൾഡേഴ്സിന് ഇനി അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 2,83,500 ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ 5 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻസ്, വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും നെറ്റ് സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ നെറ്റ് സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട 3ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചിരഞ്ജീവി ലൈഫ് അഷുറൻസ് കമ്പനിയുടെ ഡീറ്റെയിൽസാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സാണ് റൺ ചെയ്യുന്നത്. അവിടെ നമുക്ക് ലൈഫ് അഷുറൻസ് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. 1,48,60,000 ആണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ലൈഫ് അഷുറൻസ് ഫണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. നെറ്റ് ലാബിലിറ്റി കൊടുത്തിരിക്കുന്നത് 86 lakh ആണ് നെറ്റ് ലാബിലിറ്റി എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തേക്ക് തന്നെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിലേക്കാണ് പോവേണ്ടത്. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലാബിലിറ്റി സൈഡിൽ നെറ്റ് ലാബിലിറ്റി ആയിട്ടുള്ള 86 lakh നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ അസറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ലൈഫ് അഷുറൻസ് ഫണ്ടായിട്ടുള്ള 1,48,60,000 രൂപ. ഓക്കെ, 1,48,60,000 രൂപയാണ് ലൈഫ് അഷുറൻസ് ഫണ്ടായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. നെറ്റ് ലാബിലിറ്റി എന്ന് പറയുന്നത് 86 ലക്ഷം രൂപയാണ്. ഇതിനെ മാച്ച് ചെയ്യുന്ന സമയത്ത്, കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാലൻസിങ് ഫിഗറായിട്ട് 62,60,000 രൂപയാണ് നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടുന്നത്. ലാബിലിറ്റി സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വരുന്നത്. ഓട്ടോമാറ്റിക്കലി നമുക്കതറിയാം, സർപ്ലസ് ആയിരിക്കും. അപ്പോൾ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിലൂടെ നമുക്ക് സർപ്ലസ് 62,60,000 രൂപയാണ് സർപ്ലസ് ആയിട്ട് കിട്ടുന്നത്. ദെൻ പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ നെറ്റ് സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ആ നെറ്റ് സർപ്ലസ് എങ്ങനെയാണ് പോളിസി ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഭാഗം വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തു. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിലൂടെ നമ്മൾ സർപ്ലസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 62,60,000 രൂപയാണ് നമുക്ക് സർപ്ലസ് ആയിട്ട് കിട്ടുന്നത്.
പിന്നീട് നോക്കേണ്ടത് ആ ഒരു സർപ്ലസിൽ നിന്നും നെറ്റ് സർപ്ലസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നെറ്റ് സർപ്ലസ് കാണേണ്ടതുണ്ട്. അങ്ങനെ നെറ്റ് സർപ്ലസ് കാണുന്ന സമയത്ത് വാലുവേഷൻ ബാലൻസ് ഷീറ്റിലൂടെ കിട്ടിയിരിക്കുന്ന സർപ്ലസ് ആയിട്ടുള്ള 62,60,000 നമ്മൾ എടുത്ത് എഴുതുന്നു. ദെൻ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇൻ്ററിംഗ് ബോണസ് പെയ്ഡ് ചെയ്തതായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യനിലും അത് കണ്ടതാണ്. 4,50,000 രൂപയാണ് ഇൻ്ററിംഗ് ബോണസായിട്ട് കൊടുത്തതായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇൻ്ററിംഗ് ബോണസായിട്ട് കൊടുത്തിരിക്കുന്ന 4,50,000 രൂപ കൂടെ നമ്മുടെ നെറ്റ് സർപ്ലസിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇൻ്ററിംഗ് ബോണസ് കൊടുത്തിരിക്കുന്ന ആ ഒരു എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യണം. 67,10,000 രൂപയാണ് നമ്മൾ ഇൻ്ററിംഗ് ബോണസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ദെൻ പിന്നീട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. 8 ലക്ഷം രൂപയാണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നെറ്റ് സർപ്ലസ് കാണുന്ന സമയത്ത് ആ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഡിവിഡൻഡ് നമ്മൾ മൈനസ് ചെയ്യേണ്ടതുണ്ട്. 8 ലക്ഷം രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് സർപ്ലസ് ആയിട്ട് 59,10,000 രൂപയാണ് നമുക്ക് നെറ്റ് സർപ്ലസ് ആയിട്ട് എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒന്നാമതായിട്ട് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു, സർപ്ലസ് കണ്ടുപിടിച്ച്, ദെൻ അതിനുശേഷം നെറ്റ് സർപ്ലസ് കണ്ടുപിടിച്ചു. 59,10,000 രൂപയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നെറ്റ് സർപ്ലസ് ആയിട്ട് കിട്ടുന്നത്. ഈ ഒരു നെറ്റ് സർപ്ലസ് പോളിസി ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ ഇനി കാണിക്കണം. അപ്പോൾ 59,10,000-ൻ്റെ 95% 95% പോളിസി ഹോൾഡേഴ്സിനുള്ളതാണ്. അങ്ങനെ 95% കാണുന്ന സമയത്ത് 56,14,500 രൂപയാണ് പോളിസി ഹോൾഡേഴ്സിന് ബോണസായിട്ട് കിട്ടേണ്ടത്. അങ്ങനെ കിട്ടേണ്ട എമൗണ്ടിൽ നിന്നും ഇൻ്ററിംഗ് ബോണസ് നമ്മൾ ലെസ് ചെയ്യണം. ഓൾറെഡി ഇൻ്ററിംഗ് ബോണസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 1,50,000 രൂപയാണ് ഇൻ്ററിംഗ് ബോണസായിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തം കൊടുക്കേണ്ട പോളിസി ഹോൾഡേഴ്സിന് മൊത്തമായിട്ട് കൊടുക്കേണ്ട ബോണസിൽ നിന്നും ഇൻ്ററിംഗ് ബോണസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 51,64,500 രൂപയാണ് നമ്മൾ ഇനി പോളിസി ഹോൾഡേഴ്സിലേക്ക് കൊടുക്കാനുള്ളത്. അല്ലെങ്കിൽ പോളിസി ഹോൾഡേഴ്സിന് ഡ്യൂ ആവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 51,64,500 രൂപയാണ്. ഓക്കെ, ഈ ഒരു 3 ക്വസ്റ്റ്യനിലും നമ്മൾ വാലുവേഷൻ ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ നെറ്റ് സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട്. 95% പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതാണ്. അതിൽ ക്വസ്റ്റ്യനിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിലും 95% നമ്മൾ പോളിസി ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കണം. ബാലൻസ് ആയിട്ട് വരുന്ന 5% സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന മറ്റെന്തെങ്കിലും പർപ്പസിന് വേണ്ടി മാറ്റിവെക്കണം എന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, കാണിക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പോളിസി ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കേണ്ട ഇപ്പോൾ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ 51,64,500 രൂപയാണ്. വാലുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യന് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസും ഒരേ പാറ്റേണിൽ വരുന്നതാണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ ഏകദേശം ഒരേ തന്നെയാണ്. എമൗണ്ടുകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ദ ലൈഫ് ഫണ്ട് ഓഫ് ആനന്ദ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ആനന്ദ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്താണ്, ലൈഫ് അഷുറൻസ് ഫണ്ടായിട്ട് 94 ലക്ഷം രൂപയാണ് ലൈഫ് അഷുറൻസ് ഫണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇൻ്ററിംഗ് ബോണസ് പെയ്ഡ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. 4,60,000 ആണ് ഇൻ്ററിംഗ് ബോണസ് ആയിട്ട് പറയുന്നത്. ദെൻ നെറ്റ് ലാബിലിറ്റി പറയുന്നുണ്ട് 72 lakh ആണ് നെറ്റ് ലാബിലിറ്റി പറഞ്ഞിരിക്കുന്നത്. ദെൻ പിന്നീട് പറയുന്നു ദ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി പ്രൊപ്പോസ്ഡ് ടു റൈറ്റ് ഡൗൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബൈ ₹1,20,000. നമ്മുടെ കമ്പനിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റൈറ്റ് ഡൗൺ ചെയ്യുന്നുണ്ട്. 1,20,000 റുപ്പീസാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ. അങ്ങനെ നമ്മുടെ ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റൈറ്റ് ഡൗൺ ചെയ്യുന്നുണ്ട് എങ്കിൽ, റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ദെൻ പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ, മറ്റൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. ടാക്സേഷന് വേണ്ടി 2,40,000 മാറ്റിവെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആൻഡ് ക്യാരി ഫോർവേഡ്, അടുത്തൊരു വാല്യുവേഷൻ പീരീഡിലേക്ക് 5,40,000 രൂപ നെക്സ്റ്റ് വാല്യുവേഷൻ പീരീഡിലേക്ക് മാറ്റിവെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ദെൻ പിന്നീട് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ പോളിസി ഹോൾഡേഴ്സിനും 1:10 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഈ ഒരു ആനന്ദ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ മാത്രം പോരാ, നമുക്കവിടെ 1:10 എന്ന് പറയുന്ന റേഷ്യോയിൽ ഷെയർ ഹോൾഡേഴ്സിനും പോളിസി ഹോൾഡേഴ്സിനും ആ ഒരു നെറ്റ് സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ടും കാണിക്കണം.
അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ സർപ്ലസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കലാണ്. സർപ്ലസ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ലൈഫ് ഫണ്ട് എന്ന് പറയുന്നത് ലൈഫ് അഷുറൻസ് ഫണ്ടാണ്. ലൈഫ് അഷുറൻസ് ഫണ്ട് 94 ലാക്കാണ് തന്നിരിക്കുന്നത്, 94 ലക്ഷമാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് ലാബിലിറ്റി തന്നിരിക്കുന്നത് 72 ലക്ഷമാണ്. ഓൾറെഡി ഈ രണ്ട് ഐറ്റംസും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലൈഫ് അഷുറൻസ് ഫണ്ട് 94 ലക്ഷവും നെറ്റ് ലാബിലിറ്റി എന്ന് പറയുന്നത് 72 ലക്ഷവുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സർപ്ലസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സർപ്ലസ് കിട്ടുന്നത് 22 ലക്ഷം രൂപയാണ് അല്ലേ. 22 ലക്ഷം രൂപയാണ് സർപ്ലസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സർപ്ലസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് സർപ്ലസിൻ്റെ കാൽക്കുലേഷനാണ്. നെറ്റ് സർപ്ലസിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സർപ്ലസ് ആണ് ആദ്യം നമ്മൾ എടുത്തെഴുതേണ്ടത്. നമ്മുടെ സർപ്ലസ് എന്ന് പറയുന്നത് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിലുള്ള സർപ്ലസ് എന്ന് പറയുന്നത് 22 ലക്ഷമാണ്. പിന്നീട് നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ ഇൻ്ററിംഗ് ബോണസ് പെയ്ഡ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്. 4,60,000 രൂപയാണ് ഇൻ്ററിംഗ് ബോണസ് കൊടുത്തതായിട്ട് പറയുന്നത്. അങ്ങനെ ഇൻ്ററിംഗ് ബോണസായിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ ആ ഒരു കമ്പനിക്ക് ആ ഒരു എമൗണ്ട് കൂടെ അവരുടെ സർപ്ലസ് ആയിട്ട് നെറ്റ് സർപ്ലസിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. ദെൻ ഇൻ്ററിംഗ് ബോണസ് പെയ്ഡ് ആയിട്ടുള്ള 4,60,000 രൂപ നമ്മൾ നെറ്റ് സർപ്ലസ് കാണുന്ന സമയത്ത് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 26,60,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നീട് നേരത്തെയുള്ള ക്വസ്റ്റ്യനിലൊന്നും ഇല്ലാത്ത 1-2 ഐറ്റംസ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് റൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു കമ്പനീനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് നഷ്ടമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 1,20,000 റുപ്പീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മുടെ സർപ്ലസിൽ നിന്നും ആ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ആദ്യം കാണിച്ചത് ലെസ് റൈറ്റ് ഡൗൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ പിന്നീട് പറയുന്നത് 2,40,000 രൂപ ടാക്സേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം. അതും ഒരു എക്സ്പെൻസ് ആണ്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ സർപ്ലസ് എന്താണ് ചെയ്യുക, കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ 2,40,000 രൂപ പ്രൊവൈഡ് ടാക്സേഷൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സർപ്ലസിൽ നിന്നും മൈനസ് ചെയ്ത് കാണിക്കണം. പിന്നീട് പറഞ്ഞിരിക്കുന്നത് 5,40,000 രൂപ നെക്സ്റ്റ് വാല്യുവേഷൻ പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഈ വർഷത്തെ നെറ്റ് സർപ്ലസ് എന്ത് ചെയ്യും, കുറയും അല്ലേ. അങ്ങനെ 5,40,000 രൂപ കൂടെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 17,60,000 രൂപയാണ് നമ്മുടെ നെറ്റ് സർപ്ലസ് ആയിട്ട് കിട്ടുന്നത്. 17,60,000 രൂപയാണ് നെറ്റ് സർപ്ലസ് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. ദെൻ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നെറ്റ് സർപ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു നെറ്റ് സർപ്ലസിനെ നമ്മൾ പോളിസി ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഷെയർ ഹോൾഡേഴ്സിനും പോളിസി ഹോൾഡേഴ്സിനും 1:10 എന്ന് പറയുന്ന റേഷ്യോയിൽ /ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 1:10 എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് 1/11, 1:10 എന്ന് പറയുമ്പോൾ 1/11 ഭാഗം ഷെയർ ഹോൾഡേഴ്സിനും ദെൻ 10/11 ഭാഗം ആർക്കും ആയിരിക്കും, പോളിസി ഹോൾഡേഴ്സിനും ആയിരിക്കും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് വരുന്ന നെറ്റ് സർപ്ലസ് ആയിട്ടുള്ള 17,60,000 1/11 ഭാഗമായിട്ടുള്ള 1,60,000 രൂപ 1,60,000 രൂപ ഷെയർ ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ 17,60,000 10/11 ഭാഗമായിട്ടുള്ള 16 ലക്ഷം രൂപ പോളിസി ഹോൾഡേഴ്സിനും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് പോളിസി ഹോൾഡേഴ്സിന് എത്ര എമൗണ്ട് കിട്ടുന്നുണ്ട്, 16 ലക്ഷം രൂപയാണ് പോളിസി ഹോൾഡേഴ്സിന് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര എമൗണ്ട് നമ്മൾ പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്, 16 ലക്ഷം രൂപയും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ 4,60,000 രൂപ പോളിസി ഹോൾഡേഴ്സിന് ഇൻ്ററിംഗ് ബോണസായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്ററിംഗ് ബോണസ് മൈനസ് ചെയ്തിട്ടുള്ള 11,40,000 രൂപ മാത്രമേ നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന മറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊന്ന് നോക്കുക നിങ്ങൾ. റൈറ്റ് ഡൗൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യുന്നു. ദെൻ ടാക്സേഷന് വേണ്ടി മാറ്റി വെക്കുന്നു. അടുത്ത വർഷത്തേക്ക് 5,40,000 ക്യാരി ഫോർവേഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ നെറ്റ് സർപ്ലസ് കുറയാണ് ചെയ്യുന്നത്. ആ നെറ്റ് സർപ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ ആ നെറ്റ് സർപ്ലസിൻ്റെ 1/11 ഭാഗം ഷെയർ ഹോൾഡേഴ്സിനും 10/11 ഭാഗം പോളിസി ഹോൾഡേഴ്സിനും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം.
അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പോളിസി ഹോൾഡേഴ്സിന് മൊത്തം കിട്ടേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 16 ലക്ഷം രൂപയാണ്. ആ 16 ലക്ഷം രൂപയിൽ നിന്നും ഓൾറെഡി നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻ്ററിം ബോണസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന 4,60,000 രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 11,40,000 രൂപയാണ് നമ്മൾ പോളിസി ഹോൾഡേഴ്സിന് ഇനി കൊടുക്കാനുള്ളത്. ഓക്കെ, ഈ ഒരു കാൽക്കുലേഷനിലൂടെ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടൊന്ന് നോക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് കൂടുതലായിട്ട് ചെയ്ത് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടോപ്പിക്ക് ഒരു 3 ടോപ്പിക്ക് വരുന്നു. ഒന്നാമത് കാറ്റാസ്ട്രോഫി റിസർവ് ആണ്. ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് ഈ കാറ്റാസ്ട്രോഫി റിസർവ് എന്ന് പറയുന്നത്? Catastrophe reserve is the reserve created to meet any loss due to natural calamities such as flood, earthquake, tsunami, storms, etc. അപ്പോൾ നാച്ചുറൽ കലാമിറ്റീസിലൂടെ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ നികത്താൻ വേണ്ടിയിട്ട് ഒരു ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്ന റിസർവിനെയാണ് നമ്മളെന്ത് പറയുന്നത്? കാറ്റാസ്ട്രോഫി റിസർവ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തത് ലൈഫ് അഷുറൻസ് ഫണ്ടാണ്. ഓൾറെഡി നമ്മൾ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അസറ്റ് സൈഡിലേക്ക് എടുക്കുന്ന ഒരു ഐറ്റമാണ് ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത്. ലൈഫ് അഷുറൻസ് ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഇൻകം ഓവർ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഇൻകം ഓവർ റവന്യൂ എക്സ്പെൻഡിച്ചർ. The object of maintaining this fund is to meet the aggregate liability of all policies. This is shown in schedule number 6. അപ്പോൾ 6ാമത്തെ ഷെഡ്യൂളിലാണ് നമ്മൾ ലൈഫ് അഷുറൻസ് ഫണ്ട് കാണിക്കുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അഗ്രിഗേറ്റ് ലാബിലിറ്റി, എല്ലാ പോളിസീസും ആ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ എല്ലാ പോളിസീസിൻ്റെയും അഗ്രിഗേറ്റ് ലാബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ഫണ്ട് ലൈഫ് അഷുറൻസ് ഫണ്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള ഓർത്ത് വെക്കുക. 6ാമത്തെ ഷെഡ്യൂളിലാണ് എന്ത് ചെയ്യുന്നത്? ലൈഫ് അഷുറൻസ് ഫണ്ട് കാണിക്കുന്നത്. ദെൻ മറ്റൊരു ടോപ്പിക്കാണ് റിവേർഷൻ എന്ന് പറഞ്ഞിട്ട് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി റിവേർഷൻ മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ റിവേർഷൻ ആണ്. ദേ ഷുഡ് ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ഒരു ഐറ്റമാണ് അണ്ടർ ദ ഹെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെഡ്യൂൾ 8. 8ാമത്തെ ഷെഡ്യൂൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഷെഡ്യൂളിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ഒരു ഐറ്റമാണ് റിവേർഷൻ എന്ന് പറയുന്നത്. റിവേർഷൻ കൊണ്ട് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ റിവേർഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ റിവേർഷൻ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ ഒരു 3 ടോപ്പിക്കും കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ.